സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ദിവ്യകാരുണ്യത്തെക്കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവനും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ജീവന്റെ അപ്പത്തെക്കുറിച്ച് യേശു പ്രതിപാദിക്കുന്ന വചനഭാഗമാണ്. അപ്പോൾ യേശു തന്നെ പറയുക, ഞാൻ ജീവന്റെ അപ്പമാണ്. 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ. ആ വിചിന്തനത്തിൽ നിന്നാണ് ദിവ്യ കാരുണ്യത്തെക്കുറിച്ചും ദിവ്യ കുർബാനയെക്കുറിച്ചുമൊക്കെയുള്ള വിചിന്തനത്തിലേക്ക് നമ്മൾ എത്തുക. യേശു തന്നെയാണ് ദിവ്യ കാരുണ്യം എന്ന് പ്രതിപാദിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാം അധ്യായം നമ്മൾ കാണുക. ഏറ്റവും പ്രധാനപ്പെട്ടതും ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്രീകൃതവുമായ ഒരു ജീവിത അടിസ്ഥാനം പെടുത്തേണ്ടത് ദിവ്യകാരുണ്യത്തിലാണെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒത്തിരി പാവികള് യേശുവിന്റെ അടുക്കലേക്ക് വന്നു, ഒത്തിരി രോഗികള് വന്നു. പാവികളോട് യേശു ഹൃദയപൂർവ്വം ക്ഷമിച്ചു, രോഗികളെ സൗഖ്യപ്പെടുത്തി. ഒത്തിരി അടിച്ചമർത്തപ്പെട്ടവർക്ക് യേശു സ്വാതന്ത്ര്യം നൽകി. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയവരെയൊക്കെ യേശു മാറോട് ചേർത്ത് പിടിച്ചു. ഒത്തിരി അഹംഭാവം കാണിച്ചവരെയൊക്കെ അകറ്റി നിർത്തി. ഏറ്റവും പാവപ്പെട്ടവരെ തന്നോട് ചേർത്ത് നിർത്തി. അജ്ഞരെ ഉപദേശിച്ചു. ഒക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് ഇറങ്ങുന്ന ഒരു ഇടയന്റെ ചിത്രമാണ് ക്രിസ്തു എന്ന് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിലേക്കാൾ ഉപരി യേശു ഈ വചനത്തില് ഒരു ഒത്തുതീർപ്പിനും സാധ്യത നൽകാത്ത ഒരു പഠനമാണ്. നമ്മൾ ഏറ്റവും ആഴമായ ഒരു പഠനത്തിലേക്കാണ് യേശു ഇന്നത്തെ വചനത്തിലെ പ്രത്യേകമാവിധം പോകുക. കാരണം യേശു എല്ലാ കാര്യങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും മാറോട് ചേർക്കുകയും ചെയ്യുമ്പോഴും ഈ പഠനത്തിൽ മാത്രം നിങ്ങൾ ഇതില് ഞാൻ ജീവന്റെ അപ്പമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്നാണ് പറയുക. അപ്പോൾ യേശുവിനെ കുറിച്ച് നമ്മൾ ഇത്രയും ഒരു കാർക്കശ്യമായ ഒരു പഠനം നമുക്കൊരിക്കലും ബൈബിളിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. അത് ഏറ്റവും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം ദിവ്യകാരുണ്യമായത് കൊണ്ട് തന്നെയാണ് യേശു ഇതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 6-ാം അധ്യായം 66-ാം വാക്യം നമ്മെ പഠിപ്പിക്കുക, അവന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം ഈ വചനം കേട്ട് ഇത് കഠിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അകന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ യേശുവിന്റെ ഈ വാക്കുകൾക്ക് കാരണമായി എന്നുള്ളതാണ്. അപ്പോൾ 6-ാം അധ്യായം 67-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുക, യേശു അവശേഷിച്ചിരുന്ന തന്റെ ഒപ്പം നിന്ന 12 പേരോടുമായി പിന്നെയും ചോദിക്കുന്ന, നിങ്ങൾക്കും പോകണമോ? ഇതില് വിശ്വസിക്കുന്ന, ഞാൻ ജീവന്റെ അപ്പമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒത്തുതീർപ്പിനും ഇട നൽകാത്ത വചനം. കാരണം യേശു ജീവന്റെ അപ്പമാണ് എന്ന് യേശു വ്യക്തമായിട്ടും യേശു ആഴമായിട്ടുള്ള ഒരു വിശ്വാസവും അവർക്ക് നൽകുന്ന ഒരു വചനമാണ് നമ്മൾ ഇതിലെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കാണുക. അപ്പോൾ ഏറ്റവും അധികം ക്രിസ്തീയ ജീവിതത്തിന്റെ ഊർജം നമുക്ക് കിട്ടുന്നത് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. മദർ തെരേസയെ കുറിച്ച് നമുക്കറിയാം. രാവിലെ മുതൽ രാത്രി വരെ ഓടി നടന്ന്, ഒത്തിരി വയസ്സായിട്ടും ഓടി നടന്ന് അധ്വാനിച്ച, രോഗികളെ ചികിത്സിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ആദ്യമായി മദർ തെരേസ ചെയ്തിരുന്ന ഒരു കാര്യം, അതിരാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറോളം ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു പതിവ്. അതിൽ നിന്ന് കിട്ടുന്ന ഊർജത്തോടെ ഒരു ദിവസം മുഴുവനും ഓടി നടന്നു എന്നുള്ളതാണ് മദർ തെരേസയുടെ വാക്കുകളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ഒരിക്കല് പത്രപ്രവർത്തകര് മദർ തെരേസയെ കണ്ട്
എന്താണ് അമ്മയുടെ ഇത്രയും വയസ്സായിട്ടും ഇത്രയും ഓടി നടക്കുവാനുള്ള ഊർജത്തിന്റെ കാരണമെന്ന് മദർ തെരേസയോട് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ മദർ സക്രാരി ചൂണ്ടിക്കാണിച്ചു പറയുക, അതാണ് എൻ്റെ അധ്വാനത്തിന്റെ രഹസ്യത്തിന്റെ കലവറ, അതാണ് എൻ്റെ ഈ എനർജിയുടെ രഹസ്യം. അപ്പോൾ യേശുനാഥന് അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തില് സാന്നിധ്യത്തില് യേശു കുടികൊള്ളുന്നുണ്ട്. ആ കുടികൊള്ളുന്ന സാന്നിധ്യമാണ് യഥാർത്ഥത്തില് ക്രിസ്തീയ ജീവിതത്തെ മുഴുവൻ നയിക്കേണ്ടതെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, വചനം ദൈവമാകുന്നു. 6-ാം അധ്യായത്തിലെ 35-ാം വാക്യത്തില് നമ്മൾ വീണ്ടും വായിക്കുന്നു, ഞാൻ ജീവന്റെ അപ്പമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തില് 2 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് വചനം. വചനത്തില് ആഴമായ വിശ്വാസം ഉണ്ടാകണം, അഭിഷേകം ഉണ്ടാകണം. അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തില് ആഴമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകണം, ഭക്തി ഉണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ക്രിസ്തു ആ അധ്യായത്തിൽ മുഴുവനും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആ ആഴമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു പ്രചോദനമാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. നമുക്കറിയാം, ഇന്ന് ദിവ്യകാരുണ്യ ഭക്തിയൊക്കെ കുറഞ്ഞു വരുന്ന സമയമാണ്. എങ്കിലും ആ ദിവ്യകാരുണ്യ ഭക്തി നമ്മെ കണ്ട് മറ്റുള്ളവരെ പഠിക്കുവാനായിട്ട് നമ്മൾ കാരണമാകണം. നമുക്ക് ആദ്യം ആഴമായിട്ടുള്ള വിശ്വാസം വേണം. ആ വിശ്വാസത്തില് മറ്റുള്ളവരെയും നമ്മൾ രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് നമ്മുടെ ജീവിത ചര്യ വഴി, നമ്മൾ അതിൽ അർപ്പിച്ചിരിക്കുന്ന ആഴമായ വിശ്വാസം വഴി മറ്റുള്ളവരെ നമ്മെ കാണുമ്പോൾ ദിവ്യകാരുണ്യത്തില് ക്രിസ്തു ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ലോകത്തിലെ എല്ലാ അത്ഭുതങ്ങളുടെയും ഉറവിടം ദിവ്യകാരുണ്യമാണ്. എവിടെയൊക്കെ ദിവ്യകാരുണ്യം എഴുന്നള്ളി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, വചനം പങ്കുവച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ട്. അവിശ്വാസികളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. യേശുവിന്റെ സാന്നിധ്യം അപ്പത്തില് അറിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ അക്യൂനസ് പറയുക, എങ്ങനെയാണ് അപ്പത്തിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്? അപ്പം യേശുവിന്റെ ശരീരമായും യേശുവിന്റെ രക്തമായിട്ടും മാറുന്നത് എങ്ങനെ എന്ന് വിശ്വാസികളോട് അക്യൂനസ് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്രകാരമാണ്. നമ്മൾ നോക്കുമ്പോൾ അപ്പം വെറും ഗോതമ്പ് അപ്പമായിട്ട് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ രൂപത്തിനോ സ്വാദിനോ ഒന്നും വ്യത്യാസം വരുന്നില്ല. വീഞ്ഞായാലും അതിൻ്റെ രൂപത്തിനോ ഭാവത്തിനോ ഒന്നും വ്യത്യാസം വരുന്നില്ല. എന്നാലും മറിച്ച് അതിൻ്റെ സത്ത മാറുന്നുണ്ട്. അപ്പത്തിന്റെ സത്ത മാറി ക്രിസ്തുവിന്റെ സത്തയായിട്ട് മാറുന്നു. വീഞ്ഞിന്റെ സത്ത മാറി ക്രിസ്തുവിന്റെ സത്തയായിട്ട് അത് മാറുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും രുചിക്കും മണത്തിനും ഒന്നും വ്യത്യാസം വരുന്നില്ല. മറിച്ച് അതിൻ്റെ അന്തസത്ത ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ വിശ്വാസത്തിലൂടെ മനസ്സിലാക്കുന്നത്. അത് സംശയിച്ചവർക്കൊക്കെ ക്രിസ്തു തന്റെ സാന്നിധ്യം വഴി അത് തന്റെ യഥാർത്ഥമായ ശരീരമാണ്, അത് തന്റെ യഥാർത്ഥമായ രക്തമാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പലരും അവിശ്വാസത്തോടെ കുർബാന സ്വീകരിച്ചപ്പോൾ നാവിലത് ശരീരമായിട്ട് മാംസമായിട്ട് മാറിയ ഒത്തിരി അത്ഭുതങ്ങള്, ദിവ്യകാരുണ്യ അത്ഭുതങ്ങള് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ ഈ ആഴമായ വിശ്വാസത്തിലേക്ക് രൂപപ്പെടണം. അതും ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തുവിന്റെ പഠനങ്ങളിൽ ഒന്നാണ് ദിവ്യകാരുണ്യ പഠനമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും അധികം ഭക്തി കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. പലരും ദിവ്യകാരുണ്യ സമയത്ത് അലസമായി നിൽക്കുക, സംസാരിക്കുക, മറ്റുള്ള ചിന്തകളിലേക്ക് നിൽക്കുക, പുറത്ത് നിൽക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ദിവ്യകാരുണ്യം എത്തി നിൽക്കുന്ന സമയമാണ്. അതിന് ഭക്തി ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. ഞാൻ നോക്കിയ ഇടവകളിലെ
അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചാർജ് എടുത്തിട്ട് 1-2 മാസം ഞാൻ പള്ളിയിലേക്ക് ആൾക്കാരെ നോക്കിയ സമയത്ത് പെണ്ണുങ്ങളുടെ സ്ഥലത്ത് ഒത്തിരി ആൾക്കാർ നിറഞ്ഞ് ഇരിപ്പുണ്ട്. ഇപ്പോൾ ആണുങ്ങളുടെ സ്ഥലത്ത് 4-5 പേരെ ഇരിക്കുന്നുള്ള. 2-3 മാസം കഴിഞ്ഞിട്ടും അതങ്ങനെ തുടർന്നപ്പോൾ ഞാനും കരുതി എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിധവകളാണോ, അതോ എല്ലാവരും അതിന് മുമ്പായിരുന്നു ഓഹിയും സുനാമിയൊക്കെ അതിൽ തട്ടിപ്പോയോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് സംശയമായി 2 മാസമായി 3 മാസമായി എപ്പോഴും അത്രയും ആള് തന്നെ പള്ളിയിലേക്ക് വരുന്നുള്ളൂ. മറ്റുള്ളവർ എവിടെ പോയി എന്ന് അറിയുവാനായിട്ട് ഒരു വീട് വിസിറ്റ് നടത്താമെന്ന് കരുതിയിട്ട് 3-ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് കുർബാന കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആശ്രമത്തിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ ദിവസവും ഒരു മനുഷ്യൻ അതിലെ നടന്നു പോകുമ്പോൾ ഗുഡ് മോർണിംഗ് അച്ഛ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ ഞാനും തിരിച്ചു, അച്ഛനെ ഉടുപ്പിട്ടിരിക്കുന്നത് കൊണ്ടാകാം അങ്ങനെ പറഞ്ഞത് എന്ന് കരുതി ഞാനും തിരിച്ച് അങ്ങനെ പറയാറുണ്ട്. ഒരു ദിവസം വീട് വിസിറ്റിന്റെ സമയത്ത് 4-ാമത്തെ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് പറയുന്ന ആ മനുഷ്യൻ ആ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കരുതി, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളും ഇടവകക്കാരനാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ അച്ഛാ, ഞാൻ ഇടവകയിലുള്ളതാണ്. അപ്പോൾ ഞാൻ പള്ളിയിൽ വരാത്തത് എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഭാര്യ അടുക്കള നിന്ന് ഉച്ചത്തില്, അച്ഛാ പറഞ്ഞു കൊടുക്കച്ചാ, ഇയാള് എത്ര പറഞ്ഞാലും പള്ളിയിലേക്ക് വരികയില്ല. അപ്പോഴാണ് അദ്ദേഹം അടുത്തിരുന്ന് രഹസ്യമായിട്ട് എന്നോട് പറയുക, അച്ഛാ, അവള് പിശാചാണ്. ഇവള് രാവിലെ ഉടുത്തൊരുങ്ങി മേക്കപ്പൊക്കെ ചെയ്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ കരുതും ഇന്നെങ്കിലും ഇവള് തിരിച്ചു വരുമ്പോൾ വളരെ ശാന്തതയോടെ സമാധാനത്തോടെയൊക്കെ ഞങ്ങളോട് പെരുമാറുമെന്ന് കരുതി. എന്നാല് ഇവള് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാല് ഇവള് പറയുന്ന വാക്കുകൾ, ചീത്ത വാക്കുകൾ, അല്ലെങ്കിൽ ഞങ്ങളോട് അടിവെക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ തന്നെ അന്തിച്ചു പോകും. അവിടെ കുർബാനയ്ക്ക് പകരം വല്ല ബൂസ്റ്റോ ബോൺവിറ്റയോ മറ്റു വല്ല ഗുസ്തിക്കുള്ള സാധനമോ വല്ലതും കൊടുക്കുന്നു എന്നാണ്. അപ്പോഴും ഞങ്ങൾ തന്നെ അതുകൊണ്ട് തന്നെ കുർബാനയെ ഒത്തിരി വെറുത്തുപോയച്ച ഇവളുടെ മുഖം കണ്ടതോടുകൂടി കുർബാനയോടുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ പോയി. അതിനെ കാണുമ്പോൾ വെറുപ്പ് മാത്രമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ കുർബാനയ്ക്ക് പങ്കെടുത്ത് വളരെ ശാന്തതയോടെയാണ് പെരുമാറുന്നതെങ്കിൽ, അവരുടെ ഹൃദയത്തിൽ നന്മയാണ് നിറയുന്നതെങ്കിൽ നമുക്കും അതിലേക്ക് വരുവാനായിട്ട്, ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നും. എന്നാൽ ഇങ്ങനെയുള്ളവരാണ് ദിവ്യകാരുണ്യത്തെ അപമാനിക്കുന്നവരും ഇവിടെ വന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നു എന്ന് കരുതുമ്പോഴും അവരുടെ ഉള്ളിലേക്ക് ആ ദിവ്യകാരുണ്യനാഥൻ പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ ഹൃദയത്തിന്റെ വാതില് അടച്ചുകൊണ്ടാണ് നമ്മൾ ദിവ്യകാരുണ്യത്തിൽ പലപ്പോഴും കടന്നു വരിക. നമ്മൾ അതുപോലെ തന്നെയാണ് പുറത്തേക്കും പോകുക. നാഥനെ സ്വീകരിക്കുന്ന ദിവ്യ കാരുണ്യ നാഥനെ സ്വീകരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തില് ശാന്തമായിട്ടൊന്ന് സംസാരിക്കുവാനായിട്ടോ, സ്നേഹമായിട്ടൊന്ന് പെരുമാറാനായിട്ടോ, മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാനായിട്ടോ, അവരെ കുറ്റം പറയാതിരിക്കുവാനായിട്ടോ, കള്ളം പറയാതിരിക്കുവാനായിട്ടോ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെ നമ്മൾ ദുർമാതൃക നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ദിവ്യകാരുണ്യത്തെ കുറിച്ചുള്ള എല്ലാ മതിപ്പും പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലപ്പോഴും പള്ളിയിലെ ദിവ്യകാരുണ്യത്തിന് ഭക്തിയോടെ മുൻനിരയിലിരുന്ന് പങ്കെടുക്കുന്ന ആൾക്കാർ തന്നെയാണ് തിരിച്ചു ചെല്ലുമ്പോൾ ഏറ്റവും ദുഷ്ടരെ പോലെ, നന്മയില്ലാത്തവരെ പോലെ, കാരുണ്യമില്ലാത്തവരെ പോലെയൊക്കെ പെരുമാറുന്നത്. ആ ദുരാവസ്ഥ കണ്ട് വളരുന്ന മക്കള്, പ്രത്യേകിച്ച് യുവജനങ്ങള് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും വിശ്വാസവും നഷ്ടപ്പെട്ടവരായി ഒന്നില് വീട്ടിൽ കഴിയുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ വന്നാൽ പോലും പുറത്തു നിൽക്കുന്ന അവസ്ഥയിലേക്ക് സ്വന്തം മാതാപിതാക്കളോ സഹോദരങ്ങളോ ദിവ്യകാരുണ്യം ഭക്തിയിലേക്ക് അവരെ നയിക്കാത്തത് കൊണ്ട്, അതിൻ്റെ ആഴമായിട്ടുള്ള വിശ്വാസം പകർന്നു നൽകാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെ
യുവതി യുവാക്കളും കുഞ്ഞുമക്കളും മനസ്സിലാക്കുക, ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മൾ അടുക്കും തോറും അവരുടെ നൈർമല്യവും നിഷ്കളങ്കതയും നന്മകളുമൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ദിവ്യകാരുണ്യ നാഥനിലേക്ക് അടുക്കുമ്പോൾ നന്മകളുള്ള മനുഷ്യനായിട്ട് നമ്മൾ രൂപപ്പെടണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ദിവ്യകാരുണ്യ ഭക്തി നമ്മെ പ്രേരിപ്പിക്കുന്ന. വിശുദ്ധരെല്ലാം അത് തന്നെയാണ്. ദിവ്യകാരുണ്യത്തിന്റെ അടുത്തിരുന്ന് മണിക്കൂറുകളോളം താങ്കളുടെ സമയം ചിലവഴിക്കുമ്പോൾ അവരേറ്റവും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നല്ല മനുഷ്യരായി വിശുദ്ധരായി മാറും എന്നുള്ളത്. ഇപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ദൈവത്തിന്റെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു സ്നേഹ സംഭാഷണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നന്മയുള്ള നല്ല പച്ചപ്പുള്ള വൃക്ഷങ്ങൾ പോലെ നന്മയുള്ള മനുഷ്യരായി നമ്മൾ മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരിക്കല് ഒരു സഹോദരൻ ധ്യാനത്തിനൊക്കെ പോയി മാനസാന്തരപ്പെട്ട് ക്രിസ്തുമതം സ്വീകരിച്ചു. അദ്ദേഹം ക്രിസ്ത്യാനി ആകുന്നതിന് മുൻപ് ഒത്തിരി മദ്യപിക്കുന്ന ഒരു സഹോദരനായിരുന്നു. അപ്പോൾ അയാള് മദ്യപിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയ്ക്ക് വളരെയധികം ദുഃഖമായിരുന്നു, സങ്കടം. അയാൾ ഉപദ്രവിക്കുമായിരുന്നു. കുട്ടികള് കതകിന്റെ വശത്തേക്ക് ഓടി ഒളിക്കുമായിരുന്നു. അപ്പോൾ വളരെയധികം വീട്ടിലെ പ്രശ്നങ്ങളുള്ള സമയത്താണ് അദ്ദേഹത്തിന് ദൈവത്തിന്റെ അനുഗ്രഹത്താല് മാനസാന്തരപ്പെട്ട് ഡിവൈനിലേക്ക് പോയതും അങ്ങനെ മാനസാന്തരം ഉണ്ടായി ക്രിസ്ത്യാനിയായിട്ട് മാറിയത്. അപ്പോഴേക്കും അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരാനായിട്ട് ഭാര്യ കാത്തിരിക്കുന്നു. മക്കളും വാതിൽക്കല് അപ്പൻ വരുന്നത് ഓർത്ത് ഇങ്ങനെ എപ്പോഴും വരും എന്ന ചിന്തയിൽ ഓർത്തിരിക്കുന്നു. അവരെ കാണുമ്പോൾ തന്നെ അയാൾക്കും പരസ്പരമുള്ള സ്നേഹം പങ്കുവെക്കാനുള്ള ഒരു ഇടമായിട്ട് മാറി. അപ്പോൾ ആ സമയത്താണ് ഒരു ദിവസം പള്ളിയിലേക്ക് ദിവ്യകാരുണ്യത്തിന് പോകുമ്പോൾ നിരീശ്വരനായ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നീ ക്രിസ്ത്യാനി ആയെന്ന് കേട്ടല്ലോ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അതെ, നീ കേട്ടത് സത്യമാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, നീ ബൈബിളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അതിലെ വചനങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം വീണ്ടും പറഞ്ഞു, അതെ, ഞാൻ എല്ലാ വചനങ്ങളിലും ആഴമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിച്ചു, കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതും ദിവ്യകാരുണ്യത്തില് യേശുവിന്റെ ശരീര രക്തങ്ങളാണ് ഉള്ളതെന്നും നിനക്ക് എങ്ങനെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കതില് ഒരു സംശയവുമില്ല. കാരണം ഞാൻ ദിവ്യകാരുണ്യ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മദ്യം, ഞാൻ ചെലവാക്കിയ എൻ്റെ അധ്വാനം ഒക്കെ മാറി എനിക്കുള്ള ആഹാരമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത്, എൻ്റെ മക്കൾക്കുള്ള സന്തോഷമായിട്ട് വീട്ടിലേക്ക് വന്നത്. എൻ്റെ മദ്യം മാറി എൻ്റെ വീട്ടിലെ ആവശ്യ സാധനങ്ങള്, TV, ഫ്രിഡ്ജ് ഒക്കെ എനിക്ക് ദിവ്യകാരുണ്യനാഥനിൽ വിശ്വസിച്ച ശേഷമാണ് എൻ്റെ മദ്യം മാറി എനിക്ക് ഈ ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് സാധിച്ചത്. മുമ്പ് എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും എന്നെ പേടിയായിരുന്നു. എന്നാൽ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്കുള്ളത് സ്നേഹം മാത്രമേ കൊടുക്കുവാനായിട്ട് സാധിക്കൂ. അവരെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സ്നേഹം തോന്നുന്നു, കാരുണ്യം തോന്നുന്നു. എൻ്റെ മക്കള് വികൃതി കാണിച്ചാലും അവരെ മാറോട് ചേർത്ത് പിടിക്കുവാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് ആ മനുഷ്യൻ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു 6-ാമത്തെ അധ്യായത്തില് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് ദിവ്യകാരുണ്യ ഭക്തിയും വിശ്വാസവും, 2 കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഈ വിശ്വാസവും ഭക്തിയും നമ്മിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്രമായി നിൽക്കുന്ന ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മൾ പോകുക എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ബൈബിള് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം
26 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ലോകം മുഴുവൻ നീ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാല് നിനക്ക് എന്ത് പ്രയോജനം എന്നുള്ള ആ വചനം. അപ്പോൾ നമ്മൾ ഒത്തിരി ഈ ലോക ജീവിതത്തില് കരുതി വെക്കുന്നുണ്ട്. സമ്പത്ത് കരുതി വെക്കുന്നുണ്ട്, സ്ഥാനമാനങ്ങൾ കരുതി വെക്കുന്നു, അധികാരങ്ങൾ കരുതി വെക്കുന്നുണ്ട്. അപ്പോഴെല്ലാം കരുതി വെക്കുമ്പോഴും നിത്യജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ജീവന്റെ അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അപ്പം സ്വന്തമാക്കാതെ നമ്മൾ ഒത്തിരി ഈ ഭൂമിയിലെ ഒത്തിരി കാര്യങ്ങൾ ശേഖരിച്ച് വച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനുള്ള പോഷണം നമുക്ക് കിട്ടുകയില്ല. ആഹാരം ശരീരത്തിന് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത് പോലെ ആത്മാവിന് ദൈവത്തിന്റെ വചനവും ദിവ്യകാരുണ്യവും ആവശ്യമാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്നൊരു ബോധ്യപ്പെടുത്തലാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ മുഴുവനായിട്ട് നമ്മൾ കാണുക. അതില് നമ്മൾ നിത്യജീവന്റെ ഈ അപ്പത്തിനായി ദാഹിക്കണം, അതിന് നമ്മൾ പ്രയത്നിക്കണം, അതിന് അധ്വാനിക്കണം എന്ന് വചനം തന്നെ നമ്മെ പ്രത്യേകമാവിധം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ക്രിസ്തീയ കേന്ദ്രീകൃതമായ ജീവിതം നമ്മൾ നയിക്കണമെങ്കിൽ ജീവന്റെ അപ്പമായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നിൽക്കണം. യേശുവിലേക്ക് കൂടുതൽ അടുക്കും തോറും നമ്മളും ദിവ്യകാരുണ്യമായി മാറുന്നു എന്നുള്ളതാണ്. വിശുദ്ധര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഇത്രയൊക്കെ ദിവ്യകാരുണ്യത്തിൽ പങ്കെടുത്തിട്ടും ഇത്രയൊക്കെ ദിവ്യനാഥനെ സ്വീകരിച്ചിട്ടും നമ്മളും എന്തുകൊണ്ട് ഒരു ദിവ്യകാരുണ്യമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മുൻപിലുള്ള ഒരു ചോദ്യം. ഓരോ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്: കർത്താവ്, എന്നെയും ദിവ്യകാരുണ്യമാക്കി മാറ്റണമേ. മറ്റുള്ളവർക്ക് വിഭജിച്ചു നൽകുവാനും മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാനും മറ്റുള്ളവർക്ക് എന്നെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കുവാനും ഉള്ള ഒരു ദിവ്യകാരുണ്യം, മുറിച്ച് നൽകുവാനായിട്ടുള്ള ഒരു ദിവ്യകാരുണ്യമാക്കി എന്നെയും മാറ്റണമേ എന്ന് നമ്മൾ ഒരു പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് പലപ്പോഴും ഈ യോഹന്നാന്റെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മെ നയിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ദിവ്യകാരുണ്യ ഭക്തിയിലേക്ക് വളരട്ടെ. ആഴമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മില് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് രൂപം കൊള്ളട്ടെ. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും കേന്ദ്ര ബിന്ദു ദിവ്യകാരുണ്യമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന